ആഗ്നസ് കാവക്വി. ചൈനയിലെ പ്രൊവിൻസിൽ മതാധ്യാപികയായിരുന്നു ആഗ്നസ്. 1921 സിച്ചുവാൻ പ്രൊവിൻസിലെ കമത്താലിക്ക വനത്തിലാണ് ആഗ്നസിന്റെ ജനനം. ബിഷപ്പ് ബായി അവൾക്ക് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ട് അവളെ മതബോധന രംഗത്ത് നിയമിച്ചു. 10 വയസ്സിൽ അവളുടെ വിവാഹം നടന്നു. ക്രിസ്ത്യാനി ആയതിനാൽ ഭർത്താവിന്റെ വനത്തിൽ അവളെ പീഡിപ്പിച്ചിരുന്നു. അവർ പലപ്പോഴും ഭക്ഷണം പോലും അവൾക്ക് നൽകിയിരുന്നില്ല. 2 വർഷങ്ങൾക്കുശേഷം ഭർത്താവ് മരിച്ചപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വിഷമകരമായി. അവളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. അവൾ കൂലി വേല ചെയ്യിൽ ഉപജീവനം കഴിഞ്ഞു. ആ അവസ്ഥാത്തിൽ വിധവയായിരുന്ന ഒരു കത്തോലിക്കാ സ്ത്രീ ആഗ്നസിനെ തന്റെ വനത്തിൽ താമസിക്കാൻ അനുവദിച്ചു. ഒരിക്കൽ അഗസ്റ്റ് ചാപ്പീഡ്ലൻ ടൗണിൽ വെച്ച് ആഗ്നസിനെ കണ്ട് പരിചയപ്പെട്ടു. അവൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വലിയ ബോധ്യമുള്ളവളാണ് എന്നു ഗ്രഹിച്ച വൈദികൻ അവളെ ഗുവാങ്സി പ്രൊവിൻസിൽ മിഷനറി ജോലിക്കും മതബോധനത്തിനുമായി കൂട്ടിക്കൊണ്ടുവന്നു. അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ആഗ്നസ് പോയി സുവിശേഷം പ്രസംഗിച്ചു. 1856 ആഗ്നസിനെയും അഗസ്റ്റ് ചാപ്ലനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അഗസ്റ്റ് ജയിലിൽ വെച്ച് മരിച്ചു. ഭരണാധികാരികൾ ആഗ്നസിനോട് വിശ്വാസമുപേക്ഷിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്നുറപ്പു നൽകിയിട്ടും അവൾ വിശ്വാസം ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. ജനുവരി 22 ഭരണാധികാരി അവളെ ചെറിയ ഒരു അഴിക്കുള്ളിൽ അടച്ചു. ആ ഇരുമ്പുകൂട്ടിനുള്ളിൽ കിടന്ന് അവൾ സദാ ഈ പ്രാർത്ഥന ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരുന്നു: കർത്താവേ, എന്റെ മേൽ കൃപയുണ്ടാകേണമേ, യേശുവേ, എന്നെ രക്ഷിക്കേണേ. 3 ദിവസങ്ങൾക്കുശേഷം പീഡനമേറ്റ് അവൾ മരിച്ചു. അവളുടെ മൃതദേഹവും നായ്ക്കൾക്ക് ഭക്ഷണമായി അവർ എറിഞ്ഞുകൊടുത്തു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2000 ഒക്ടോബർ 1 വിശുദ്ധരായി പ്രഖ്യാപിച്ച രക്തസാക്ഷികളുടെ ഗണത്തിൽ ആഗ്നസ് കീയും ഉൾപ്പെടുന്നു.